വീട്ടിലേക്ക് വാങ്ങുന്ന മുളക് പൊടി, മല്ലിപ്പൊടി അല്ലെങ്കിൽ ആട്ട ഓരോ മാസം നിങ്ങൾ വാങ്ങുന്ന വേറെ 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 ബ്രാൻഡാണ്. ഒരു മാസം ഇന്ന ബ്രാൻഡ് എടുത്തു, അടുത്ത മാസം അടുത്ത ബ്രാൻഡ് എടുത്തു, അങ്ങനെയാണ് വാങ്ങുന്നതെന്ന് ചോദിച്ചു. ആലോചിച്ച് നോക്കിയപ്പോൾ എന്താ കഥ? എല്ലാ ആൾക്കാരും വാങ്ങുന്നത് സ്ഥിരമായിട്ട് എത്ര ബ്രാൻഡ് ഉണ്ടെങ്കിലും നമ്മുടെ കൈ അങ്ങോട്ടാ പോവുക. സ്ഥിരമായിട്ട് നമ്മൾ വാങ്ങുന്ന ഒരു ബ്രാൻഡിന്റെ മേലെ നമ്മൾ കൈ പോകാറുള്ളൂ. നമ്മൾ വേറെ വേറെ കടയിൽ നിന്ന് വാങ്ങാറുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ വേറെ വേറെ കടയിൽ നിന്ന് വാങ്ങാറില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? സ്ഥിരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഇന്ന സാധനം ഇന്ന സ്ഥലത്തുണ്ടെന്ന് അറിയുന്ന ഒരു കടയിൽ തന്നെ നമ്മൾ പോകാറുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ RCM വന്നാലും വന്നില്ലെങ്കിലും നിങ്ങൾ എല്ലാ മാസവും ഉപയോഗിക്കുന്ന എന്താണ്? സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ബ്രാൻഡാണ്, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഷോപ്പ് തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരൊറ്റ ബ്രാൻഡ്, ഞാൻ പറയുന്ന ഒരു പ്രൊഡക്റ്റിന്റെ ഒരൊറ്റ ബ്രാൻഡ് മാത്രം ഇന്ന് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നത് 40,000 കോടി രൂപയുടെ ബിസിനസ്സാണ്. 40,000 crore. ആ ബ്രാൻഡിന്റെ പേര് ഞാൻ പറയില്ല, ഒരു ആട്ട നമുക്കറിയാം, ആൾക്കാരൊക്കെ വാങ്ങുന്ന ഒരു ആട്ട. 40,000 ഇന്ത്യൻ കമ്പനി അല്ലാതെ മൾട്ടിനാഷണൽ കമ്പനി ആയിട്ടുള്ള ആ കമ്പനി 40,000 കോടി രൂപയുടെ ബിസിനസ്സാണ് ഒരു വർഷം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഈ 40,000 കോടിയുടെ 1% എന്ന് വെച്ചാൽ വെറും 1% മാത്രം ഇന്ന് നമ്മുടെ RCM ബിസിനസ്സിലേക്ക് 100% വരും. അത് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും RCM എന്ന പോലെ പ്രസംഗത്തിന് വാങ്ങും. ബട്ട് ഇന്ന് നിങ്ങൾ എഫേർട്ട് എടുത്ത് ഇതിന്റെ 1% എങ്കിലും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 400 കോടി ഒരൊറ്റ പ്രൊഡക്റ്റ്, ഒരു ആട്ട മാത്രം വെച്ച് 400 കോടിയുടെ ബിസിനസ് വരും. വെറും ഒരു ആട്ട, RCMന്റെ ആട്ട മാത്രം വെച്ച് എത്ര സഫറുകൾ ഉണ്ടാവും ചിന്തിച്ചു നോക്കിയേ. 20 കോടി കൊണ്ട് നമുക്ക് വെറും 20 കോടി ബിസിനസ് വന്നപ്പോ നമുക്കൊരു സഫറിനെ കിട്ടി. ഞാൻ ഒരൊറ്റ ആട്ട മാത്രം വെച്ച് ചോദിക്കുകയാണ്, ഒരു ആട്ടയുടെ ബ്രാൻഡിൽ മാത്രം 1% നിങ്ങൾ മാറ്റിയാൽ 100%, ഒരൊറ്റ ശതമാനം അതിൽ നിന്ന് കൊണ്ടുവന്നാൽ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരും അടുത്ത മാസം സഫറിനിലേക്കാണ്. ചിന്തിച്ചു നോക്കും. ഇറ്റ് ഈസ് വെരി വെരി സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഒന്ന് മാറ്റി പഠിക്കാനുള്ളൂ. ഇത് എന്തിനു നമ്മൾ ചെയ്യണം? എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഇപ്പം പല ട്രഡീഷണൽ മാർക്കറ്റിലെ കമ്പനികളും ഹോസ്പിറ്റലും നമ്മൾ ടൈപ്പാണ് അല്ല മാഡം? ഹോസ്പിറ്റലിലെ ടൈപ്പ് അല്ലേ? നമ്മൾ ഇവിടുന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്നു, ആ ഹോസ്പിറ്റലിൽ പോകുന്നു, ആ ഹോസ്പിറ്റലിൽ ആ പൈസ നമ്മൾ കൊടുക്കുന്നു. പല ഹോസ്പിറ്റലായിട്ട് നമ്മൾ ടൈപ്പാണ്. പല ഹോസ്പിറ്റലും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ടൈപ്പാണ്. കറക്റ്റ് അല്ല സാർ? നമ്മൾ അറിയുന്നില്ല, ഇതെല്ലാം ഒരു ശൃംഖലയാണ്. നമ്മൾ പറയുന്നത് RCM ആണ് നെറ്റ്വർക്ക് എന്ന്. സുഹൃത്തുക്കളെ, RCM അല്ല നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഹോസ്പിറ്റലും ഇപ്പൊ ട്രഡീഷണൽ മാർക്കറ്റിന്റെ കമ്പനികളൊക്കെ തന്നെയാണ് നെറ്റ്വർക്ക്, നമ്മളല്ല നെറ്റ്വർക്ക്. സോ ഈ നെറ്റ്വർക്ക് നമ്മൾ പുറത്തിറങ്ങിയിട്ട് എന്തിനു നമ്മൾ RCM എന്ന നെറ്റ്വർക്കിലേക്ക് ചേരണം? എന്തുകൊണ്ട് നമ്മൾ ശുദ്ധമായ പ്രൊഡക്റ്റ് ഉപയോഗിക്കണം? ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഡാറ്റ ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പറഞ്ഞു തരാൻ വേണ്ടി ഒരൊറ്റ വ്യക്തിയുള്ളൂ നമ്മുടെ കൂടെ. ഇന്ന് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് നമ്മൾ വിളിച്ചിട്ടുള്ള നമ്മുടെ സ്റ്റാർ നമ്മുടെ ഡോക്ടർ രാജൻ സാർ. ഇന്ത്യയുടെ ഈ കേരളത്തിനെ നമ്മൾ നോക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും താഴെ മൂലക്കുള്ള കേരളത്തിനെ ഇന്ന് ഇന്ത്യ മുഴുവൻ തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ, കേരളത്തിന് മാത്രം ബിസിനസ് കൊണ്ട് നമുക്കൊരു സഫേറിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ റീസണേ ഉള്ളൂ. ഇവിടെയുള്ള ആളുകൾക്ക് ശരിയായ എഡ്യൂക്കേഷൻ. നമ്മൾ മറ്റുള്ള ഡാൻസിംഗ് കമ്പനി അല്ലെങ്കിൽ MLM കമ്പനി പറയുന്ന പോലെ നിങ്ങൾക്ക് കാറ് കിട്ടും ബൈക്ക് കിട്ടും എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മളെന്താ പറയുന്നത്? നമ്മൾ പറയുകയല്ല, കാണിച്ചു കൊടുക്കാണ്. നമുക്ക് ആരോഗ്യം കിട്ടും. അത് എങ്ങനെ കിട്ടും? വെറുതെ പറച്ചില് മാത്രമല്ല, അതിന്റെ സയൻസ് അടക്കം ഓരോ വ്യക്തികൾക്കും കൃത്യമായിട്ട് മനസ്സിലാവുന്ന തരത്തിൽ. ഒരു മുളക് പൊടി ആയാലും മല്ലിപ്പൊടി ആയാലും ഉപ്പാണെങ്കിലും നിങ്ങളുടെ ശരീരത്തിന് അതിന് എന്ത് എഫക്റ്റാണ് ഉള്ളത്, നിങ്ങൾ എന്തിനാണ് ഉപ്പ് കഴിക്കേണ്ടത്, RCMന്റെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ച് അതിന്റെ ഗുണങ്ങൾ പറഞ്ഞ് ടെസ്റ്റിമോണിയൽസ് കാണിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് RCM കൊണ്ടെത്തിച്ചത് ഡോക്ടർ രാജൻ സാറിന്റെ കഴിവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് RCM കേരള ഇന്ത്യയുടെ തന്നെ എന്താ വെച്ചാൽ ഇന്ത്യ നമുക്ക് തലമുത്തിനെടുത്ത് വെച്ച പോലെ കേരളം ഏറ്റവും ടോപ്പിലേക്ക് വന്നത്. സോ ആ ഒരു വ്യക്തിത്വത്തെ നമുക്കെല്ലാവർക്കും സഹർഷം വലിയൊരു കൈയോടുകൂടി നമുക്ക് സ്വീകരിക്കാം. വെൽക്കം ഡോക്ടർ രാജൻ സാർ. മലപ്പുറത്തേക്ക് സാറിന് സ്വാഗതം. സാറ് എത്രാമത്തെ വർഷം? യെസ്, സാറ് ഒരുപാട് തവണ മലപ്പുറത്ത് വന്നിട്ടുണ്ട്. ബട്ട് ഒരു പുതിയ ഒരു മലപ്പുറം ടീമിനെ പരിചയപ്പെടാൻ വേണ്ടി ഞാൻ രാജൻ സാറിനെ ക്ഷണിക്കുകയാണ്. സാർ വെൽക്കം രാജൻ സാർ. എന്നെ ക്ഷണിച്ചു. JRCM മൂന്ന് തവണ പറഞ്ഞപ്പോഴും സൗന്ദര്യ വ്യത്യാസം ഉണ്ടായില്ലേ? എന്താ കാരണം? നമ്മൾ എന്ത് കൊടുക്കുന്നു അത് നമുക്ക് കിട്ടും, അതിനപ്പുറമൊന്നും കിട്ടില്ല. കൊടുത്തതേ കിട്ടൂ, കൊടുത്താലേ കിട്ടൂ. എത്ര കൊടുത്താൽ അത്രയും കിട്ടും. കൂടുതൽ കൊടുക്കാൻ കൂടുതൽ കിട്ടും. RCM ബിസിനസ് നമ്മൾ ഒരിക്കലും വാങ്ങിക്കരുത്, കൊടുത്തുകൊണ്ടിരിക്കുക. എന്ത് കൊടുക്കണം? അറിവ് കൊടുക്കണം. അറിവുണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് വളരുള്ളൂ. ദ മോർ യു ലേൺ ദ മോർ യു ക്യാൻ ഏൺ. എന്റെ മുന്നിൽ ആദ്യമായിട്ട് ഇരിക്കുന്ന എത്ര പേരുണ്ട്? ഫസ്റ്റ് ടൈം എന്റെ മുന്നിൽ ഇരിക്കുന്ന എത്ര പേരുണ്ട്? സൗണ്ട് ഓക്കെ?
ഞാൻ എൻ്റെ ഒരു കൊച്ചു മൈക്കുണ്ട്, അത് എടുക്കട്ടെ, നോക്കട്ടെ. ഒരു പക്ഷെ ഇതിന്റെ ബാറ്ററി വീക്ക് ആയതായിരിക്കാം, ഒരു പക്ഷേ ഞാൻ നോക്കാം അതാണോ നല്ലത് എന്ന്. ഹലോ, JRCM ഏതാ നല്ലത്? ഇത് മതിയോ? ഇത് മതിയോ? ഓക്കെ. ഇത് സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? തൊട്ടടുത്തല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോ ബാറ്ററി വീക്കാണ്, ഞാൻ ബാറ്ററി കൊണ്ടുണ്ട്. നമ്മുടെ ലൈഫിനെ പോലെ ഒരു സ്റ്റെപ്പിനി ഉണ്ടായിരിക്കണം അല്ലേ? ആർട്സ് ആൻഡ് ബിസിനസ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു സ്റ്റെപ്പിനിയാണ്. അപ്പോ നമ്മൾക്ക് പ്രിയപ്പെട്ട ലീഡേഴ്സ് മോത്തി സാറ്, അതുപോലെ തന്നെ സുജിത് സാറ്, രഞ്ജിത് സാറൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഏകദേശം ഒരു 14 വർഷം മുൻപ് ഇതുപോലത്തെ ഒരു വേദിയിൽ കാര്യമായിട്ട് താല്പര്യമൊന്നും കാണിക്കാതെ ഏറ്റവും ഒടുവിലത്തെ ബെഞ്ചിലിരുന്ന ആളായിരുന്നു ഞാൻ, ഏറ്റവും ഒടുവിലത്തെ കസേരയിലിരുന്ന ആളായിരുന്നു ഞാൻ. പക്ഷെ പിന്നെ പതുക്കെ പതുക്കെ ബാക്കിൽ നിന്ന് കയറി ഇപ്പൊ ഫ്രണ്ടിലെത്താൻ ഞാൻ ഒറ്റ കാര്യം ചെയ്തോളൂ. ഞാൻ സിസ്റ്റം പഠിച്ചു, എങ്ങനെയാ വർക്കൗട്ട് ആവുന്നതിനെ പഠിച്ചു. ആരും എന്നെ പഠിപ്പിച്ചില്ല, ഞാൻ മുൻകൈ എടുത്ത് പഠിച്ചു. ഞാൻ മുൻകൈ എടുത്ത് പഠിച്ചപ്പോൾ എന്റെ ബിസിനസ് വളർന്നു. ആർട്സും ഒരു ബിസിനസ് തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല, ഇറ്റ്സ് എ ബിസിനസ്. പക്ഷെ ഒരു ബിസിനസ്സിൽ നമുക്ക് പണം അല്ലാണ്ട് മറ്റൊന്നും കിട്ടില്ല. പക്ഷെ ആർട്സ് ബിസിനസ്സിൽ whatever you want in your life, everything you will get. Everything, whatever you want, നിങ്ങൾക്ക് എന്ത് വേണ്ടത് മുഴുവൻ കിട്ടും. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത്, എത്ര പേര് പുതിയതായിട്ട് വന്ന ആളുകളുണ്ട് ഈ കൂട്ടത്തില്? ബ്രാൻഡ് ന്യൂ. കൈ നന്നായിട്ട് പൊക്കുക. ഇനി കൈ പൊക്കാൻ പറ്റില്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം ഉണ്ടാവും, മാറ്റേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരാൻ കുറച്ച് കഴിഞ്ഞിട്ട്. ഇത്രയും ആളുകൾ ബ്രാൻഡ് ന്യൂ ആണ്. ആൻഡ് യു ആർ ദ ലക്കിയസ്റ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ്. ഞാൻ പറയുന്നു, നിങ്ങളാണ് ഏറ്റവും ഭാഗ്യമുള്ളവര്. കാരണം ഒരു മാസം ഏറ്റവും ചുരുങ്ങിയത് 8 ലക്ഷം മന്തിൽ വരുമാനമാക്കുന്ന ഒരു വ്യക്തിയുടെ മെസ്സേജാണ് നിങ്ങളുടെ ഇന്നത്തെ ദിവസം തുടങ്ങിയത്. ആ മെസ്സേജ് കേട്ടുകൊണ്ടാണ് നിങ്ങൾ ആർട്സ് ആൻഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ യു ആർ ദ ലക്കിയസ്റ്റ് പേഴ്സൺ. എന്നെ പരിചയപ്പെടുത്തിയ പേര് ഡോക്ടർ രാജൻ. നമ്മുടെ സാധാരണ സങ്കല്പത്തില് ഒരു ഡോക്ടർ ഒരു വെളുത്ത കോട്ടോ കണ്ടിട്ട് കഴുത്തിൽ ഒരു കുഴലും തൂക്കി കയ്യിലൊരു പ്രഷർ ചെയ്യുന്ന ഒരു ഉപകരണമോ അല്ലെങ്കിൽ ഒരു സിറിഞ്ചുമായിട്ട് വരുന്നതാണ് വരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മനസ്സിൽ ഒരു ഡോക്ടർ എങ്കിൽ, ആ ഡോക്ടർ നമുക്ക് സ്ഥിരമായിട്ട് തരുന്ന ഒരു സാധനമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ഡോക്ടർ നമുക്ക് സ്ഥിരമായിട്ട് തരുന്ന ഒരു സാധനമുണ്ട്, മരുന്ന്. പക്ഷേ ഈ ഡോക്ടർ പറയും മരുന്ന് വേണ്ടെന്ന്. മരുന്ന് കഴിച്ചിട്ട് കഴിയുന്നതാണോ മരുന്ന് കഴിക്കാതെ കഴിയുന്നതാണോ നല്ലത്? ഇതൊരു ഇന്ററാക്റ്റീവ് സെഷനാണ്. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ റിപ്ലൈ തരിക. മരുന്ന് കഴിച്ചിട്ട് കഴിയുന്നതാണോ മരുന്ന് കഴിക്കാതെ കഴിയുന്നതാണോ നല്ലത്? നിങ്ങളൊക്കെ എല്ലാവരും എങ്ങനെയാണോ? പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിൽ കുറച്ച് പ്രായം ചെന്ന ആളുകളുടെ വീടുകളിൽ മുറുക്കാൻ ചെല്ലുണ്ടായിരുന്നു. മുറുക്കാൻ അറിയാലോ? ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് അത്താഴം കഴിഞ്ഞിട്ട് വീട്ടിലെ മുതിർന്ന കാർന്നോന്മാരും കാർന്നോത്തികളും കൂടിയിരുന്നിട്ട് മുറുക്കും. ഇന്ന് മുറുക്കാൻ ചെല്ല അപ്രത്യക്ഷമായി. പക്ഷെ ആ സ്ഥാനത്ത് വേറൊരു ഡബ്ബ വന്നു, ഒരു പ്ലാസ്റ്റിക്കിന്റെ ഡബ്ബ. ആ ഡബ്ബയിൽ ഷുഗറിന്റെ മരുന്ന്, പ്രഷറിന്റെ മരുന്ന്, കൊളസ്ട്രോളിന്റെ മരുന്ന്, എല്ലുതീരുമാനത്തിന് മരുന്ന്, ഹാർട്ട് ബ്ലോക്കിന്റെ മരുന്ന്, സ്ട്രോക്കിന്റെ മരുന്ന്, ക്യാൻസറിന്റെ മരുന്ന്. അവിടെ മരുന്ന് മാത്രമേ ഉള്ളൂ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 3 ഗുളിക, ലഞ്ച് കഴിഞ്ഞിട്ട് 5 ഗുളിക, അത്താഴം കഴിച്ച് ഒരു പിടി ഗുളികയും കഴിച്ച് നമ്മളിപ്പോൾ ഒരു ഗുളിക കാലത്തിലാണ് കഴിയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഗുളിക കാലം. കലണ്ടറിൽ നോക്കിയാൽ 3 തരം കാലം കാണാം. മാതൃഭൂമി കലണ്ടറിലൊക്കെ 3 തരം കാലമുണ്ട്. രാഹുകാലം, ഗുളികകാലം, യമകണ്ഠകാലം. മലയാളികൾക്ക് ഗുളികകാലം. ആ മലയാളികളുടെ ഗുളികകാലം മാറ്റാനുള്ള ഒരു സംവിധാനമാണ് ആ ഇന്ത്യ. ഓക്കെ. പേര് ഡോക്ടർ രാജൻ. പ്രകൃതി ചികിത്സാ മേഖലയിൽ കഴിഞ്ഞ 16 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. മരുന്നുകളില്ല, ഡോക്ടർമാരില്ല, ആശുപത്രികളില്ല, മെഡിക്കൽ ഷോപ്പുകളില്ല, മെഡിക്കൽ ഫെസിലിറ്റീസ് ഇല്ല, ലബോറട്ടറികളില്ല. കഴിഞ്ഞ 16 വർഷമായിട്ട് എന്റെ കുടുംബത്തിന്റെ മെഡിക്കൽ എക്സ്പെൻസ് 0. അതിന് എന്നെ സഹായിച്ച ഏറ്റവും നല്ലൊരു മീഡിയമാണ് RCM. ഓക്കെ, ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം. RCM ഒരു ലക്ഷ്യമൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ ഏത് ലക്ഷ്യത്തെയും പ്രാവർത്തികമാക്കാൻ, പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കയറുന്നാൽ മതി. പണ്ട് നമ്മൾ അല്ലാവുദ്ദീന്റെ അത്ഭുതങ്ങളൊക്കെ കുറിച്ച് ഒരു കഥ കേട്ടിട്ടുണ്ട് അല്ലെ? ക്ഷേമമരം കേട്ടിട്ടില്ലേ? എന്ത് ചോദിച്ചാലും തരും. അല്ലാവുദ്ദീന്റെ ഒരു കാർപ്പറ്റ് ഉണ്ട്. ആ കാർപ്പറ്റിൽ കയറി നിന്ന് എവിടെ വേണമെങ്കിലും നമ്മളെ കൊണ്ടുപോകും. ഈ കാർപ്പറ്റിന്റെ മേലെ നിങ്ങൾ കയറുന്നുള്ളൂ. wherever you want in your life, എവിടെ നിങ്ങൾക്ക് പോകണം അവിടെയൊക്കെ നമ്മൾ എത്തിക്കും. ഒരു പക്ഷെ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഈ പ്രൊഡക്റ്റിനെ വെറും ഒരു പ്രൊഡക്റ്റ് ആയിട്ട് കാണും. ഒരു സോപ്പ്, ഭയങ്കര വിലയുള്ള സോപ്പ് അല്ലെ? ഭയങ്കര വിലയുള്ള സോപ്പ്. ആ സോപ്പ് കുഴപ്പമില്ല.
പക്ഷേ ഈ സോപ്പിനപ്പുറത്ത് ഒരു ഹോപ്പ് കണ്ട ആളാണെന്ന് ഇവിടെ സ്റ്റാർ രൂപയായിട്ട് നമ്മൾ അപ്പുറത്തിരിക്കുന്നത് സുജിത് സാർ. ഈ സോപ്പിനപ്പുറത്ത് ഒരു ഹോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷ. റൈറ്റ് സാർ? ഇത് വെറും സോപ്പല്ല. ഈ സോപ്പ് നമ്മുടെ ഒരു ലൈഫ് കെട്ടിപ്പടുക്കാൻ പറ്റും. ജീവിതത്തിലെ പകുതി എത്തിയവരോ പകുതി പിന്നിട്ടവരോ ആണ് ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിപക്ഷം ആളുകളും. ഹലോ, ഓക്കെ. അപ്പൊ നമ്മൾ തുടക്കത്തില് ആർട്സ് ബിസിനസിനെ കുറിച്ച് ഞങ്ങളുടെ സുഹൃത്തോ ബന്ധുക്കളോ പരിചയക്കാരോ പറയുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഉൽപ്പന്നങ്ങളാണ്. ആ ഉൽപ്പന്നത്തിന് പുറമെ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കണ്ണോടിക്കാം, കുറച്ച് പുറത്ത് ഒന്ന് വെറുതെ ഒന്ന് പരിചയപ്പെടുത്താം. ഇന്നലെ ലോക ഭക്ഷ്യ ദിനമായിരുന്നു. 48 പേര് പങ്കെടുത്ത ഒരു ഓഡിയൻസിന് ഞാൻ 3 മണിക്കൂർ സംസാരിച്ചു ഭക്ഷണത്തെ കുറിച്ച് മാത്രം. നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. സത്യം പറഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാവും അല്ലെ? അവിടെ ഒരു ലേഡിയോട് ഞാൻ ചോദിച്ചു, എന്തിനാ ജീവിക്കാൻ? ഭക്ഷണം കഴിക്കാൻ. ചില ആളുകൾ എങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കും. നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നത്? ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക. എന്താണ് ലോക ഭക്ഷ്യദിനം ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം? നല്ല ഭക്ഷണം കഴിക്കുക. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. എന്താണ് ഭക്ഷണം? ഇവിടെ നല്ല ടിഷ്യൂ പേപ്പർ ഉണ്ടോ? 2 എടുത്തോളൂ കേട്ടോ. അവിടെ ഉണ്ട്, എടുത്തോളൂ. എന്താണ് നല്ല ഭക്ഷണം? ഇദ്ദേഹത്തിന് ചെറിയൊരു ആട്ടമുണ്ട്. കുഴപ്പമില്ല, ഓക്കെ. ചെറിയൊരു ആട്ടുണ്ട്. അപ്പോ ആർസിന് വരുന്ന ചില ആളുകൾക്ക് ചെറിയ ആട്ടൊക്കെ ഉണ്ടാവും. അങ്ങോട്ടൊരു ആട്ടം ഇങ്ങോട്ടോ ആട്ടം ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടും. പക്ഷെ ബോർഡ് ആദ്യമായിട്ട് ആടുന്ന് ഞാൻ കാണില്ല. സാറില്ല, അത് അവിടെ ഇവിടെ ഫ്ലാറ്റ് സർഫേസ് അല്ല, അവിടെ നല്ല ഫ്ലാറ്റ് സർഫേസ് വളരെ കൃത്യമായിട്ട് എന്തിരുന്നു. ഓക്കെ സാർ, അഡ്ജസ്റ്റ്മെന്റ് ആണ്. ടെക്നോളജി, ഗ്രേറ്റ് ടെക്നോളജി. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? എക്കോ വേണ്ട, എക്കോ കുറച്ചോളൂ. സൗണ്ട് കൂട്ടിക്കൊണ്ട് എക്കോ കുറച്ചോളൂ. നമ്മൾ എന്താ പറഞ്ഞത്? ലോക ഭക്ഷ്യദിനം ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം നല്ല ഭക്ഷണം കഴിക്കുക. ഇപ്പൊ നമ്മൾ പറയുന്ന വിഷയം നല്ല ഭക്ഷണം. നല്ല ഭക്ഷണത്തിന് 3 സ്വഭാവങ്ങളുണ്ട്. പ്രഭാഷണം അറിയോ? നല്ല ഭക്ഷണത്തിന് 3 സ്വഭാവമുണ്ട്. നിങ്ങൾക്ക് പല സ്വഭാവം ഉണ്ടായിരിക്കും, പക്ഷെ ഭക്ഷണത്തിന് 3 സ്വഭാവമല്ലോ. പണ്ടത്തെ മതി. ഓക്കെ, നല്ല ഭക്ഷണത്തിന് 3 സ്വഭാവം. 1, കഴിക്കുമ്പോൾ നല്ല സുഖമുണ്ടായിരിക്കണം, നല്ല രസമുണ്ടായിരിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല സുഖമുണ്ടായിരിക്കണം, നല്ല രസം ഉണ്ടായിരിക്കണം. ഭക്ഷണം കഴിച്ചതിന് ശേഷം നല്ല സുഖം ഉണ്ടായിരിക്കണം, നല്ല രസം ഉണ്ടായിരിക്കണം. ശരീരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ, അതിന് വിസർജനം എന്നൊക്കെ ടെക്നിക്കലി പറയാം, ഞാൻ ഇങ്ങനെ പറയുന്നുള്ളൂ. ശരീരത്തിൽ നിന്ന് അത് പുറത്തു പോകുമ്പോൾ നല്ല സുഖം ഉണ്ടായിരിക്കണം, നല്ല രസം ഉണ്ടായിരിക്കണം. ഇതാണ് ഭക്ഷണത്തിന്റെ സ്വഭാവം. ഇതാണ് സത്യത്തില് വേൾഡ് ഫുഡ് ഡേയില് അവർ ഉദ്ദേശിക്കുന്നത്. നല്ല ഭക്ഷണം കഴിക്കുക. സാറിന് ചിക്കൻ ഇഷ്ടമല്ലേ? എന്താ സാറിന്റെ പേര്? വിഷമിക്കൊന്നും വേണ്ട. സാറിന് ചിക്കൻ ഇഷ്ടമാണ്. എവിടെ 99% ആൾക്കാർ ചിക്കൻ കഴിക്കുന്നവരാ. സാറില്ലേ, ചിക്കൻ കഴിക്കാൻ നല്ല സുഖം, നല്ല രസം. ചിക്കൻ കഴിച്ചതിന് ശേഷം അത്ര വലിയ സുഖവും രസമൊന്നുമില്ല. ഇത് വൈകിട്ട് പുറത്തു പോകുമ്പോഴോ ആകെ കൂടി ഒരു എലിപ്പൊരി സഞ്ചാരം അല്ലേ? സാറിന് പൊറോട്ട ഇഷ്ടമല്ലേ? സത്യമേ പറയാം. ഈ ക്ലാസ്സിൽ പുറത്തേക്ക് നിങ്ങൾക്ക് തോന്നാൻ പറയാം. ആസിഫിന്റെ ക്ലാസ്സിൽ എപ്പോഴും സത്യം മാത്രം പറയാം. പൊറോട്ട ഇഷ്ടമല്ലേ? പൊറോട്ട നല്ലതാ എന്നൊന്നും ഞാൻ പറയില്ല. കഴിക്കാൻ നല്ല രസം, സുഖം. കഴിച്ചതിന് ശേഷം ഒരു സുഖമില്ല, ഒരു രസമില്ല, അവിടെ കിടക്കും. കരിങ്കല്ല് വിഴിഞ്ഞ പോലെ അവിടെ കിടക്കും. ഇപ്പൊ ഉച്ചയ്ക്ക് രാവിലെ ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞായറാഴ്ചയല്ലേ ഉച്ച പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും, അവരാകെ വിഷമിക്കും. കഴിച്ചത് പുറത്തു പോകുമ്പോഴോ ആകെ പ്രശ്നം. ഓക്കെ, അപ്പൊ കഴിക്കുമ്പോൾ നല്ല സുഖം, കഴിച്ചതിന് ശേഷം നല്ല സുഖം, പുറത്തു പോകുമ്പോഴും നല്ല സുഖം. നല്ല ഭക്ഷണം തിരഞ്ഞെടുക്കൽ എളുപ്പം വഴിയാ. നിങ്ങൾ ആരെങ്കിലും കഞ്ഞി കുടിച്ചിട്ടുണ്ടോ? കഞ്ഞി കുടിക്കാത്ത ആളുകളെ മലയാളികള് കഞ്ഞിക്ക് ഒരു പ്രത്യേക പേരും ഒരു എന്താ പറയാ ഒരു അവസ്ഥാന്തരം കൊടുത്തു. എന്താ കൊടുത്തേ? ആളൊരു കഞ്ഞി എന്ന് പറയും. ഓക്കെ, എന്തായിക്കോട്ടെ. കഞ്ഞി കുടിക്കാൻ നല്ല പൊടിയരി കഞ്ഞി, ഉപ്പുമാങ്ങി അല്ലെങ്കിൽ ഒരു ചമ്മന്തി കഴിച്ചിട്ടുണ്ടോ? കഞ്ഞി കുടിച്ചിട്ടുണ്ടോ? എന്താ രസം. കഞ്ഞി കുടിച്ചതിന് ശേഷം ഇന്ന് വരെ ലോകത്തിൽ ഒരാളും പറഞ്ഞിട്ടില്ല എന്താന്ന് പറയില്ല, വയറിന്റെ ഉള്ളിൽ ആകെ കൂടി ഒരു എരിപൊരി സഞ്ചാരം, നല്ല സുഖം. പിറ്റേന്ന് രാവിലെ ടോയ്ലറ്റ് പോകുമ്പോൾ ആശ പുഷ്പം പോലെ പോകും അല്ലെ? ഈ 3 സ്വഭാവങ്ങളുള്ള ഭക്ഷണമാണ് നല്ല ഭക്ഷണം. അതോടുകൂടി എന്റെ ക്ലാസ് കഴിഞ്ഞു. ഇത് നിങ്ങൾ സെലക്ട് ചെയ്തോളൂ. That's good food. നല്ല ഭക്ഷണം, നല്ല ആരോഗ്യം. ഞാനല്ല പറഞ്ഞത്, ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റ്സ് പറഞ്ഞു, യുവർ ഫുഡ് ഈസ് യുവർ മെഡിസിൻ.
നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ് നിങ്ങളുടെ മരുന്നായിട്ട് നിങ്ങൾ ഒന്നും കഴിക്കേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ പിന്തലമുറക്കാരായ ഡോക്ടർമാർ നേരെ തിരിച്ചു പറഞ്ഞാൽ യുവർ മെഡിസിൻ ഈസ് യുവർ ഫുഡ് അല്ലേ? എന്താ പറഞ്ഞത്? യുവർ മെഡിസിൻ ഈസ് യുവർ ഫുഡ്. നിങ്ങളുടെ മരുന്നാണ് നിങ്ങളുടെ ഭക്ഷണം. അങ്ങനെ മരുന്ന് കഴിച്ച് നമ്മൾ കൂടുതൽ രോഗങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ശരിയല്ലേ? അപ്പൊ ഈ ഒരു അവസ്ഥ. നല്ല ഭക്ഷണം എവിടുന്നാ കിട്ടുക? നല്ല ഭക്ഷണം എവിടുന്നാ കിട്ടുക? എന്താ എന്റെ പേര്? ഫർഹാന. ഇവിടെ ആരെ കൂടെ വന്നിരിക്കുന്നത്? ആരാ ഇവിടെ? ഞാൻ അറിയില്ല. നമസ്കാരം മുഹമ്മദ് അല്ലേ? ഓക്കെ. നല്ല ഭക്ഷണം വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം തരാൻ നല്ല ഭക്ഷണം. അവിടെ നിങ്ങൾ ചിക്കൻ ഉണ്ടാക്കും, മട്ടൺ ഉണ്ടാക്കും, ബീഫ് ഉണ്ടാക്കും, പൊറോട്ട ഒക്കെ ഉണ്ടാക്കും. അതൊന്നും നല്ല ഭക്ഷണം ഞാൻ പറയുന്നില്ല. നല്ല ഭക്ഷണം എവിടുന്ന കിട്ടും സാർ? ഇന്ന് നല്ല ഭക്ഷണം കിട്ടുന്ന ഒരേ ഒരു സംവിധാനമുള്ളൂ, പെർഫെക്റ്റ്ലി ഗുഡ് ഫുഡ് കിട്ടുന്ന ഒരു സംവിധാനമാണ് RCM, റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്, ശരിയായ വിപണന രീതി. ഇതിലൂടെ കിട്ടുന്ന ഭക്ഷണത്തിന് ഞാൻ ഒറ്റ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി മാത്രം പറയാം, അതിൽ അധികമൊന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങൾ വീട്ടിൽ മല്ലി ഉപയോഗിക്കാറുണ്ടോ? സാറേ ഇവിടെ മല്ലിപ്പൊടി ഉണ്ടോ? ഞാൻ പറഞ്ഞ സാധനം ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നു വരില്ലേ? സാർ എടുത്തോളൂ. വെരി ഗുഡ്. മല്ലിമുളക് ജസ്റ്റ് ഒന്ന് വരട്ടെ, ജസ്റ്റ് ഒന്ന് വന്നാൽ മതി കേട്ടോ. മല്ലി മഞ്ഞൾ മുളക് നിങ്ങൾ വേണ്ട. നിങ്ങൾ പുതിയ ആളെന്ന് തോന്നുന്നില്ല. 10-35 വയസ്സായില്ലേ? ഇത്തിരി പഴയ ആളാ അല്ലേ? കുഴപ്പമില്ല. നിങ്ങൾ കറിയിൽ മല്ലി ഇടാറുണ്ടോ? മല്ലി എവിടുന്നാ വാങ്ങി പഠിപ്പിക്കും. എന്താ പേര്? മഞ്ജുള നല്ല ബുദ്ധിയുള്ള ആളാ എന്നാണ് മഞ്ജുള വിചാരിക്കുന്നത്. അതായത് മല്ലി കടയിൽ നിന്ന് വാങ്ങി പൊടിപ്പിച്ചാൽ നല്ല മല്ലി കിട്ടുന്നതാണ് മഞ്ജുളയുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസം അത്ര ശരിയല്ല. ആരുടെ ടീമിനാ വരുന്നത്? ഇവിടെ ആരുടെ ടീമിനാ വരുന്നത്? നിങ്ങളുടെ ലീഡർ ആരാ? അറിയില്ല. നോ പ്രോബ്ലം. ആരും ആയിക്കോട്ടെ. ഞാൻ മഞ്ജുള ജസ്റ്റ് ഇൻസിഡന്റ് ആയിട്ട് ഒരാളെ എടുത്തുന്നുള്ളൂ. മഞ്ജുള മല്ലി വാങ്ങിക്കും. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മല്ലി 40% സത്ത് മാറ്റിയ മല്ലിയാണ് നമുക്ക് കിട്ടുന്നത്. കാരണം ഏകദേശം ഒരു 8 വർഷം മുമ്പ് പെരുമ്പാവൂരിൽ ഒരു ക്ലാസ് നടക്കുമ്പോൾ 100-200 പേര് പങ്കെടുത്ത വലിയൊരു ക്ലാസ്സിൽ ഞാൻ മല്ലിയുടെ മഹാത്മ്യം വിവരിക്കുന്ന സമയത്ത് ഒരു യൂണിയൻകാരൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ആളെ എന്നോടൊരു കാര്യം പറഞ്ഞു. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മല്ലി നല്ലതാണെന്ന് ഞാനും കരുതിയിരുന്നത്. പക്ഷെ ഇന്ന് അതേ ആ ക്ലാസ് ഇറക്കുന്ന തലേന്ന് പെരുമ്പാവൂരാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഈ സ്പൈസസ് എന്താ പറയുന്നത്, മസാലകൾ ഉണ്ടാക്കുന്ന സ്ഥലം. മസാലപ്പൊടികൾ ഉണ്ടാകും. പേര് ഞാൻ പറയുന്നില്ല. അങ്ങനെ പേര് കേട്ട ഒരു സ്ഥാപനത്തിൽ അൺലോഡ് ചെയ്യാൻ 18 ടണ്ണ് മല്ലി, ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന മല്ലി അൺലോഡ് ചെയ്ത സമയത്ത് ഒരു ചാക്ക് നിലത്ത് വീണ് പൊട്ടിയപ്പോൾ അതിന് മല്ലിയില്ല, മല്ലിയുടെ ചണ്ട്. നെല്ലിന്റെ ചണ്ട നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നെല്ലിന്റെ പതിര്, അത് നെല്ലിന്റെ ചണ്ട എന്ന് പറയും. മല്ലിച്ചണ്ട് ഉത്തരേന്ത്യയിലെ മല്ലിപ്പാടങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ ചാരമാക്കി അത് വളമാക്കി ഉപയോഗിക്കുമ്പോൾ ആ സാധനം 18 ടണ്ണ് മല്ലിച്ചണ്ട് ഉത്തരേന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നത് ഇവിടെ വന്ന് നമ്മുടെ പാടത്തിട്ട് കത്തിക്കാനാണോ അതോ പൊടിപ്പിച്ച് നമ്മളെ തീറ്റിക്കാനാണോ? ഹലോ മഞ്ജുലാജി, മനസ്സിലായ കാര്യങ്ങള്? ഓക്കെ, അത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അതെന്തോ ആയിക്കൊള്ളട്ടെ. അപ്പോ നമുക്ക് കിട്ടുന്ന മല്ലിയില് ഒരു 30-40% സത്ത് മാറ്റിയ മല്ലിയാണ് കിട്ടുന്നത്. ഏറ്റവും നല്ല എക്സാമ്പിള് മഞ്ജുള തന്നെ അവിടെ നിന്നത്തെ താരം. മഞ്ജുള, നിങ്ങളുടെ വീട്ടിൽ അമ്മിയുണ്ടോ? അമ്മി കണ്ടിട്ടുണ്ടോ? താൻ അമ്മി കണ്ടിട്ടുണ്ടോ? ഭാഗ്യം. പുതിയ തലമുറയ്ക്ക് അമ്മി എന്താ സാധനം എന്നറിയില്ല. ഓക്കെ, പണ്ട് കാലത്ത് അമ്മിയിൽ അരച്ചിട്ടുണ്ടോ? വെരി ഗുഡ്. പണ്ട് കാലത്ത് പച്ചമല്ലി അമ്മിയിൽ അരയ്ക്കുന്ന സമയത്ത് തെന്നിത്തെറിച്ചു പോകുന്ന ഒരു മല്ലിയുടെ മണി ഈർപ്പമുള്ള മണ്ണിൽ വീണാൽ അത് മുളയ്ക്കുമായിരുന്നു. ഇന്ന് നിങ്ങൾ 1 കിലോ മല്ലി വാങ്ങി പാടത്ത് വിതച്ചുള്ള ഒരൊറ്റ എണ്ണം മുളയ്ക്കില്ല. വൈ? ഇതാണ് കാരണം. ഓക്കെ, മല്ലിയിൽ ആദ്യകാലത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട മായമായിരുന്നു അറക്കപ്പൊടി ചേർത്ത്. അറക്കപ്പൊടി എന്താ? അറക്കപ്പൊടി നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? ഈർച്ചപ്പൊടി എന്ന് പറയും. മരം അറക്കുമ്പോൾ കിട്ടുന്ന പൊടിക്ക് എന്താ പറയാ നിങ്ങളുടെ നാട്ടുകാർ? ഈർച്ചപ്പൊടി എന്ന് പറയും, അറക്കപ്പൊടി എന്ന് പറയും. അത് നന്നായി പൊടിപ്പിച്ച് ബ്ലീച്ച് ചെയ്യും. അപ്പൊ മരത്തിന്റെ മണമൊന്നും ഉണ്ടാവില്ല. പിന്നെ മല്ലിയുടെ മണം കിട്ടുന്നതിൽ കുറച്ച് എക്സ്ട്രാ ആയിട്ടൊക്കെ സ്പ്രേ ചെയ്ത് ചേർത്ത് തരും. പക്ഷെ ഇപ്പൊ അറക്കപ്പൊടിക്ക് പൊന്നിന്റെ വില, മരത്തിനൊക്കെ ഭയങ്കര വില. ഓക്കെ, അപ്പൊ അറക്കപ്പൊടി ചേർക്കാറില്ല. ഇപ്പൊ ചേർക്കുന്ന സാധനമാണ്, നല്ല സാധനമാണ്, കുതിരച്ചാണകം ഉണക്കി പൊടിച്ച് ബ്ലീച്ച് ചെയ്ത് മല്ലിപ്പൊടി ചേർത്ത് തരും. കുതിരച്ചാണകം കുഴപ്പമില്ല. കുതിരച്ചാണകം കിട്ടാനില്ലെങ്കിൽ നാടൻ പശുവിന്റെ ചാണകം നന്നായി ഉണക്കി പൊടിച്ച് ബ്ലീച്ച് ചെയ്ത് ചേർത്ത്. ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ കടയിൽ നിന്നുള്ള XYZ ഏതെങ്കിലും ബ്രാൻഡ് മല്ലിപ്പൊടി വാങ്ങിക്കുക, ഒരു 5-6 സ്പൂൺ മിക്സിയുടെ ജാറിലിടുക, ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക, നന്നായിട്ട് അടിക്കുക. അടിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ശേഷം അതൊരു ഗ്ലാസ്സിൽ പകർത്തി വെക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേന്ന് സെറ്റിൽ ആവുമ്പോൾ 2 തട്ടായിട്ട് കിടക്കും. ഒന്ന് സാക്ഷാൽ മല്ലി, മറ്റൊന്ന് കുതിരച്ചാണകം. കുതിരച്ചാണകം കഴിച്ചാൽ നിങ്ങൾക്ക് ആരോഗ്യം കൂടും. മഞ്ജുളാജി പറയൂ, വായ തുറന്ന് പറയും. ഇല്ല, ഇതിപ്പോ എല്ലാ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ പറയുന്ന ഇന്ത്യൻ സ്ഥിതിയുടെ കണക്ക് ഏകദേശം 2011 പറഞ്ഞൊരു കണക്കുണ്ട്.
ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങളിൽ 52% ഡ്യൂപ്ലിക്കേറ്റ്. ഓക്കെ, എല്ലാം മോശമാണെന്ന് പറഞ്ഞാൽ നല്ല ഉൽപ്പന്നങ്ങളൊക്കെ ഇഷ്ടംപോലെ കിട്ടാറുണ്ട്, പക്ഷെ ധാരാളം ഇത്തരത്തിൽ വരുന്നുണ്ട്. ഇത് കഴിച്ചാൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല, രോഗം മാത്രമേ ഉണ്ടാവുള്ളൂ. മായം കലർന്ന ഉൽപ്പന്നങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതെങ്കിൽ RCM എന്ന സിസ്റ്റത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബ്യൂട്ടി, 100% പ്യുവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധം എന്നല്ല ഞാൻ പറയുന്നത്, സംശുദ്ധം. രണ്ടു തമ്മിൽ അർത്ഥ വ്യത്യാസമുണ്ട് അല്ലേ ഷൈമാജി? അല്ലേ? സംശുദ്ധമായ ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ഏറ്റവും നല്ല ഭക്ഷണം, ഏറ്റവും നല്ല മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ വീട്ടില്, നാട്ടിൻപുറത്ത് ഒരു വീട്ടില് സാമ്പാർ, നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കാറുണ്ടോ? സാമ്പാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വഴിയെ പോണ ആളുകൾക്ക് മണം വരും. ഇന്ന് വീട്ടില് സാമ്പാറാണെന്ന് ഒരു മണം നമുക്ക് തോന്നാറുണ്ട് അല്ലേ? ഇന്ന് നമ്മൾ സാധാരണ കടയിൽ നിന്ന് കിട്ടുന്ന മല്ലിപ്പൊടി കൊണ്ട് സാമ്പാർ ഉണ്ടാക്കി ഭർത്താവ് ടീമേഴ്സിൽ വന്നിരിക്കും, ഭാര്യയോട് ചോദിക്കും എന്നാ കറി, മണല്ലേ? ശരിയല്ലേ? നമുക്ക് RCMൽ കിട്ടുന്ന ഒരു അടിപൊളി മല്ലിപ്പൊടി ഉണ്ട്. ഉപയോഗിച്ചാരെങ്കിലുണ്ടോ? എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട്? എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. വെരി ഗുഡ്. നിങ്ങൾക്ക് മല്ലി എന്തിനാ കറി? മഞ്ജുള തന്നെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. മഞ്ജുള എന്തിനാ നമ്മൾ മല്ലി കറിയിലിടുന്നത്? എന്തിനാ മല്ലി കറിയിലിടുന്നത്? ടേസ്റ്റിന് കിട്ടും. പിന്നെ എന്തിനാ ഇടുന്നത് മല്ലി കറിയിൽ? ദഹനം. നമ്മുടെ ദഹന വ്യൂഹത്തെ തണുപ്പിക്കാൻ ഇതിൽ നല്ലൊരു സാധനം വേറെയില്ല. അതുകൊണ്ടാണ് ഈ ചിക്കൻ ബോക്സ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് മല്ലി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കും. മല്ലിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾക്ക് വായ്പുണ്ട് വരുന്ന സമയത്ത് വേറെ ഒന്നും ചെയ്യണ്ട. നമ്മുടെ RCMന്റെ മല്ലിപ്പൊടി ഒരു സ്പൂൺ വായിട്ട് വെറുതെ ചവച്ചരച്ച് ഒരു 5 മിനിറ്റ് കൊണ്ട് പതുക്കേണ്ട. സാധാരണഗതിയിൽ വായ്പെടുക്കും. വായ്പുണ്ട് എവിടുന്ന വരുന്നത്? വയറ്റുന്നു. വയറ് ശരിയല്ല. അതുകൊണ്ടാണ് ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞ് നാക്ക് നീട്ടാൻ പറയില്ല. അല്ല നമ്മുടെ നാക്കിന്റെ ഭംഗി കാണാനല്ല, വയറിന്റെ ഭംഗി കാണാനാണ്. വയറ് നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ലേ അല്ലേ? അപ്പോ മല്ലിക്ക് ഇങ്ങനെ ഒരു ഗുണമുണ്ട്. കറിയിലിടുമ്പോൾ നമുക്ക് അതിന്റെ ദഹന വ്യൂഹത്തെ തണുപ്പിക്കും. നല്ല ദഹനം കിട്ടും. പിന്നെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് ഗർഭിണികളായ സ്ത്രീകൾക്ക് തുടക്കത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്, മോർണിംഗ് സിക്നസ് അല്ലെങ്കിൽ ഗർഭകാല ഛർദിക്ക് ഏറ്റവും ഫലപ്രദമാണ് മല്ലി. എന്ത് ചെയ്യണം? ഛർദി വരുന്ന സമയത്ത് ഛർദിക്കാൻ തോന്നുന്ന ഒരു വൊമിറ്റിംഗ് സെൻസേഷൻ, എന്തോ ഇംഗ്ലീഷ് ഒരു വാക്കുണ്ടല്ലോ, അത് ഛർദി വരില്ലേ, ഛർദിക്കാൻ വരും. ഓക്കെ, നോസിയ. താങ്ക് യു സാർ. ആ നോസിയ വരുന്ന സമയത്ത് ചെറിയൊരു ഡബ്ബയിൽ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് വെക്കുക, വേണമെങ്കിൽ ഒരു നുള്ളി ശർക്കരയും കൂടി ചേർത്ത് റെഡിയാക്കി വെച്ചോളൂ. അത് ജസ്റ്റ് വാലിടുക, ചവയ്ക്കുക, ഇറക്കുക. ദാറ്റ്സ് ഓൾ. നമ്മുടെ നാട്ടിലൊക്കെ പല ആളുകളും ടൂർ പോകാറുണ്ട് അല്ലെ? ചില ആളുകൾ ടൂറിന് പോകുന്നത് എന്തിനാണെന്നറിയാം? ഛർദിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ക്യാരി ബാഗ് കൊണ്ടുപോകും. ആ ക്യാരി ബാഗിന് പറയാം നിങ്ങൾ ഒരു പാക്കറ്റ് RCMന്റെ മല്ലിപ്പൊടി ഇട്ട് ഒരു ഡബ്ബ കൂടെ കയറ്റിക്കോളൂ. ആ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് മല്ലിക്ക്. നല്ല മല്ലി ഞാനിത് പൊടിച്ച് തിന്നാൻ തരട്ടെ? അവിടെ ഒരു പയ്യൻ കൈ വെക്കി. അപ്പോ നിങ്ങൾ എല്ലാവരും കഴിച്ചാൽ ഞാൻ പൊട്ടിച്ചേരപ്പോൾ ഒരുപാട് ടൈം എടുക്കും. കാരണം ഞാൻ സാധാരണ ക്ലാസ്സുകളിൽ പ്രാക്ടിക്കലായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം ഒരു പ്രൊഡക്റ്റ് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായില്ലേ? നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണം, മല്ലി വാങ്ങി പിടിച്ചൊരു കാര്യമില്ല മഞ്ജുള. അതിന് ഈ കുതിരച്ചാളം കഴിച്ച അവസാനം നമ്മുടെ വയറിന് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ മായമില്ലാത്ത നല്ല ഉൽപ്പന്നങ്ങൾ, അത് ആവശ്യമില്ല ഞാൻ പറയാം. മായമില്ലാത്ത നല്ല ഉൽപ്പന്നങ്ങൾ നമുക്ക് RCMലൂടെ കിട്ടും. മല്ലി എല്ലാവർക്കും വേണ്ടത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള മല്ലി. അതുകൊണ്ട് കറി ഉണ്ടാക്കി എന്താ ടേസ്റ്റ്? ഇത് പറയുന്നു ദിവ്യ, ശരിയല്ലേ?